In holder room. Mobile. ഇത് 100 രൂപയാണ്. ഇതാണ് ഇവിടുത്തെ ബാത്ത്. അത് നാട്ടിൽ നിന്ന് മാറ്റിയിട്ട് വരാം കേട്ടോ. അവിടെ നിന്ന് മാറ്റിയിട്ട് വരാനാണ് ലാഭം. ഇവിടെ നിന്ന് മാറ്റാൻ നിൽക്കരുത്. ഹലോ, അങ്ങനെ നമ്മുടെ തായ്ലാൻഡിലെ 2ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് എവിടെ പോകണമെന്നറിയോ? നമ്മൾ കോറൽ ഐലൻഡിലാണ്. കോറൽ ഐലൻഡ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിക്കാൻ നിൽക്കുകയാണ്. ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അതിങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് 9:30 ആകുമ്പോൾ ഇവിടെ വണ്ടി വരും നമ്മളെ പിക്കാൻ. കോറൽ ഐലൻഡിലോട്ട് പോകും. കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം, കാരണം ലേറ്റായി. ലേറ്റായി. അപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോറൽ ഐലൻഡിൽ കാണാം. Passport. Your passport. In holder room. Mobile. അങ്ങനെ നമ്മളിതാ പട്ടായല്ലേ? അതെ, പട്ടായയിലെ കോറൽ ഐലൻഡ് എത്തി. നല്ല വെയിലുണ്ട്. അതെ, കയ്യിൽ അവന്മാർ എന്തൊക്കെ സീലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലേ? എന്താണെന്ന് അറിയില്ല. സോ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ടീമുകളും ഒരുപാട് ഇന്ത്യക്കാരുണ്ട് ഇവിടെ പട്ടായ, ബാങ്കോക്ക് കാണാനൊക്കെ. നമ്മളിപ്പോൾ കോറൽ ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കാണുന്നുണ്ടോ? നമ്മൾ ബാങ്കോക്ക് നിന്നോ തായ്ലാൻഡിൽ നിന്നൊക്കെ അടിച്ച ആദ്യം വേണ്ട പിക്ചറിൽ ഒന്നാണ് പട്ടായ സിറ്റി എന്ന ഈ ബോർഡ്. നമ്മൾ ഹാങ് ഓവർ 3 സിനിമ ആവട്ടെ അതിലൊക്കെ വരുന്ന സംഭവമാണിത്. നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഹോട്ടൽ റൂമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. പാസ്പോർട്ടിൻ്റെ സോഫ്റ്റ് കോപ്പി ഫോണിൽ വയ്ക്കാൻ ശ്രമിക്കുക. സോഫ്റ്റ് കോപ്പി ഫോണിൽ വയ്ക്കാൻ ശ്രമിക്കുക. അത് ഇവർക്ക് ഫോണിൽ ഇവർ ഫോട്ടോ എടുത്തോളും. പിന്നെ ഹോട്ടൽ നമ്പർ ഒന്ന് നമ്മളെ ഡോർ നമ്പർ ഒന്ന് ഓർമ്മിക്കുക. അത് ഇവിടെ വന്ന് അവർ ചോദിക്കും, അത് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്കൊന്നും അറിയില്ല. അവർ തന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് പോവുകയാണ്. നല്ല വെയിലുണ്ട്. എനിക്ക് എവിടെ നിന്ന് ഒരു കരിക്ക് വാങ്ങി തരൂ? നമുക്ക് ക്യാപ്പ് വാങ്ങണമായിരുന്നു. എന്നാലും തന്നെ വാങ്ങണം. എനിക്കൊന്ന് കോറൽ ഐലൻഡിൻ്റെ ക്യാപ്പ് ഉണ്ടാവും. സോ നിങ്ങൾ ഇവിടെ വന്ന് ക്യാപ്പ് കിട്ടുമെങ്കിൽ ഇവിടെ വാങ്ങിക്കോ. ഞാൻ നോക്കിയിട്ട് പറയാം. അല്ലെങ്കിൽ വരുമ്പം തന്നെ ഇവിടെ ഒരുപാട് നല്ല ക്യാപ്പ് കിട്ടും. ക്യാപ്പ്, സൺസ്ക്രീൻ, സൺഗ്ലാസ്, പറ്റുമെങ്കിൽ ഒരു കൊട. നമ്മളവിടെ നിന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് വണ്ടി പിക്ക് ചെയ്തു, ഇവിടെ ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ ഫോട്ടോ, പാസ്പോർട്ടിൻ്റെ ഇത് ഫോട്ടോയൊക്കെ അവരെ എടുത്തിട്ട് നമ്മളിതേരെ ഇപ്പോൾ ഇതാ ഒരു പാലത്തിൽ കൂടി നടത്തിക്കൊണ്ട് പോവുകയാണ്. അവിടെ ഓരോ സെക്ഷൻ ഉണ്ട്, കണ്ടില്ല? ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഓരോ സെക്ഷൻ ഉണ്ട്. അതിൽ ഓരോ സെക്ഷനിൽ നിന്നും ഗ്രൂപ്പ് ചെയ്ത് വേറെ ബോട്ടിലോട്ട് ഐലൻഡിലേക്ക് കൊണ്ടുപോകും എന്നാണ് തോന്നുന്നത്. സോ നമ്മളിപ്പോൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. നമ്മുടെ ബോട്ട് ഇവിടെ ഉണ്ട്. അതിലോട്ട് കയറുക. എനിക്കൊന്ന് അതിന് ശേഷം ഐലൻഡിൽ പോകും തോന്നും. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് ഫ്രണ്ട് സീറ്റ് കിട്ടി. നോക്കി, സെപ്പറേറ്റ് ആയിരിക്കും കിട്ടി. ഈ വെയിൽ മാത്രമില്ലായിരുന്നെങ്കിൽ അത് കിടില എക്സ്പീരിയൻസ് ഒക്കെ തന്നെ. പക്ഷേ ഈ വെയിൽ ശരി, അതെ, നല്ല വില കുറഞ്ഞൂടെ തൊപ്പി കിട്ടും. പിന്നെ എന്താ നിങ്ങൾ ക്യാപ്പ് വാങ്ങാത്ത വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, വിട്ടുപോയി. പിന്നെ കോറൽ ഐലൻഡിൽ പോയിട്ട് ക്യാപ്പ് ഉണ്ടെങ്കിൽ വാങ്ങാം.
അത് മാത്രമല്ല ഇവിടെ ആൾക്കാർ തിരിച്ചു വരുമ്പോഴത്തേക്ക് ടവലിൽ വെള്ളം നനച്ച് പിന്നെ അത് അദ്ദേഹം ചൂടാവും, സ്കിന്നൊക്കെ പോവും. അതുകൊണ്ട് ക്യാപ്പ്, സൺസ്ക്രീൻ ഇട്ടേക്ക്, അങ്ങനത്തെ സ്കിൻ പ്രൊട്ടക്ടർ എല്ലാ സംഭവം ചെയ്തേക്ക്. നല്ലൊരു സൺഗ്ലാസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്തേക്ക്. ഓക്കെ, സോ നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് കോറോ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബോട്ട് നല്ല ഹെവി സ്പീഡിലാണ് പോകണം. നമ്മളിതാ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. ആൾക്കാരൊക്കെ ഓരോന്ന് മൂവ് ആയിക്കൊണ്ടിരിക്കണു. വേറെ വേറെ ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണു. ഇംഗ്ലീഷ് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന ലാംഗ്വേജിൻ്റെ ഗ്രൂപ്പിൽ കൊണ്ടിരുത്തും. ഇവിടെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ഹിന്ദിയിൽ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു ചേട്ടൻ, ഈ പുള്ളിക്കാരനാണോ അറിയില്ല, ഇവിടെ ഇംഗ്ലീഷിലേക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നത്. സോ നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻ തന്നിട്ടാണ് ഇവരെ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പോകണം. എല്ലാവരും കൈപൊക്കി കാണിക്കുന്നതുണ്ടോ, മനസ്സിലായോ? അത് സീലാണ്, സീല്. നമ്മളെ കയ്യിലൊരു സീൽ അടിച്ചിട്ടുണ്ട്. ആ സീലാണ് അവർ കൈപൊക്കി കാണിക്കുന്നത്. സോ നിങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ തന്നെ അവർ ഈ കയ്യിൽ ഈ നമ്പറൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നോക്കി നമ്മളെ വിളിച്ചിട്ട് നമ്മളിവിടെ നിൽക്കുമ്പം നമ്മൾ ഇനി ഐലൻഡിലോട്ട് പോവുകയാണ്. വേറൊരു ബോട്ട് വരും. ഒരു ബോട്ടിൽ കയറി ഇവരുടെ ഒരു എന്താ പറയുക, ഐലൻഡ് പോകുന്ന മുമ്പേ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ ഒരു സെറ്റപ്പ് ഉണ്ട് അല്ലേ, വെള്ളത്തിൻ്റെ നടുക്ക് ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ആക്ടിവിറ്റീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഐലൻഡിലോട്ട് പോകണം. ഐലൻഡിലോട്ട് പോകണം. ബോട്ടിന് വരും. ഇവിടെ വെയിറ്റിംഗ് ആണ്, കണ്ടില്ലേ, ക്യൂ എല്ലാവരും നിൽക്കുകയാണ്. നമ്മളങ്ങനെ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്. കടലിൻ്റെ നടുക്കൊരു മലയും കുന്നും പോലെയൊക്കെ സൂപ്പറാണ്. എന്താ പോണോ പുള്ളിക്കാരൻ വഴിയാണ് പുള്ളിക്കാരൻ്റെ ബോട്ടിൽ കയറിയാണ് നമ്മളിവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ടീമിന് ഒരാളുണ്ടാവും. അപ്പോൾ പുള്ളിക്കാരനെ ഫോളോ ചെയ്യാനാണ് പറയണേ. നല്ല വിഷ്വൽ കാണണമെങ്കിൽ അടിപൊളിയാണ്. പട്ടായ സിറ്റി പോലത്തെ ആ ഒരു സിറ്റിയിൽ ഇടയ്ക്കൊരു കോറൽ ഐലൻഡ്. നൈസല്ലേ? ഇവിടെ നമുക്ക് ആക്ച്വലി 2 ആക്ടിവിറ്റീസേ ഉള്ളൂ. ഒന്ന് ബനാന റൈഡിങ്, പിന്നെ സ്പീഡ് ബോട്ടും ആണ്. വേറെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തായിരുന്നു. കോറൽ ഐലൻഡ് നമുക്ക് ആക്ച്വലി ആക്ടിവിറ്റീസ് ഉണ്ട്. വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് അകത്ത് പോയി നോക്കാം. എന്തായാലും ഇടയ്ക്ക് റെസ്റ്റിംഗ് ഏരിയാസ് ആണ്. ഷോപ്സൊക്കെ കാണുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇതാ ഒരു ചേച്ചി നല്ല മാങ്ങയെ കട്ട് ചെയ്ത്. പക്ഷേ ഇവിടെ എല്ലാ വില കൂടുതലാണ്.
ഈ മാങ്ങ അല്ല കേട്ടോ, സോറി, ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്. ഇവിടെ എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷേ ഇവിടെ വാങ്ങി എന്തെങ്കിലും ഭയങ്കര ട്രൈ ചെയ്യണേക്കാട്ടിലും നമ്മുടെ മെയിൻ പട്ടായ മുകളിൽ വാങ്ങി ട്രൈ ചെയ്യാണ് നല്ലത്. കാരണം വെച്ചാൽ ഇവിടെ റേറ്റ് ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട്. പാവമല്ലേ ചിക്കൻ. ഒരു ചിക്കൻ നോക്ക് ഗ്രില്ല് ചെയ്ത് ചിക്കനല്ല ഫിഷ് ഗ്രില്ല് ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഫാൻ ചെയ്യുന്ന കാറ്റ് കൊള്ളുന്നു കണ്ടാ. hot or cold? Hot or cold? Cold. Egg. Difference? Different. This flavor? Sweet. Milk sweet. Okay. Okay. This? This Thai tea. Thai. This one? What? Milk sweet. ചേച്ചി പറയണൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഫ്രൂട്ട് ഏതാണെന്ന് കാണിക്കും. ഓ ഫ്ലേവർഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ പുള്ളിക്കാരി പറഞ്ഞത് ഈ ഫ്ലേവർ ഡ്രിങ്ക് ആണ് ഇത് കാണിച്ചത്. തായ് ടീ അല്ലേ ട്രൈ ആണോന്ന് പറഞ്ഞു നന്ദു? അല്ല ഇത് കണ്ടപ്പോൾ കളർ കണ്ടപ്പോൾ ഇതിന്റെ കളർ കണ്ടപ്പോൾ ഒരു കൊതി. നമുക്ക് ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാം. നമസ്കാരം. നന്ദു മിനിമം തന്നും പൊന്നല്ല. മുന്നതൊക്കെ ഞാൻ പൊന്നാക്കി. പക്ഷെ മിനിമം തന്നും പൊന്നല്ല. കാശ് കൊടുക്കണം. അയ്യോ ഈ ക്യാഷ് ഒന്നും ഇല്ല. പൊളിയാട്ടോ അത് എടുക്കുന്ന നോക്കി. ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് കുടിക്കാൻ അങ്ങനെ ഒന്നും ഒരു പിടിയില്ല. ഞാൻ എന്നാലും വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. എനിക്ക് മാംഗോ ഐറ്റംസ് ഒക്കെ എടുക്കണം. കവറൊക്കെ നോക്കിയാ പാക്ക് ചെയ്യണത്. അപ്പോൾ നന്ദുവിൻ്റെ ഫ്ലേവേർഡ് തായ് ടീ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. എന്തോ വേണം എനിക്ക് അറിഞ്ഞൂടാ. കുടിച്ചു നോക്കാൻ പോവാണേ അലമ്പാണെങ്കിൽ ചേച്ചി. ഞാൻ 50-50 പൈസ കൊടുക്കാതെ വരാൻ പോകാറുള്ളൂ. സൂപ്പർ അടിപൊളി. താങ്ക് യു. അടിപൊളി ചേട്ടാ. നൈസ് സാധനം. മധുരം വെച്ചിട്ട് കൂടുതലാ. തായ് നോട്ട്സ് കണ്ടോ? എനിക്ക് 50 റുപ്പീസ് നോട്ട് ഇവരെ കിട്ടിയില്ല. ഫസ്റ്റ് ടൈം ആണ്. ഇതാണ് തായ് നോട്ട് കണ്ടാ. ഇത് 50 റുപ്പീസ് ഇത് 50 റുപ്പിയാണ്. ഇവരെ പാക്കിംഗ് ഒക്കെ നോക്കിയേ നമുക്ക് കണ്ടാ. ഇത് 100 റുപ്പിയാണ്. ഇതാണ് ഇവിടുത്തെ ബാത്ത്. അത് നാട്ടിൽ നിന്ന് മാറ്റിയിട്ട് വരാൻ കേട്ടോ. യൂണിമോണി അല്ലെങ്കിൽ നല്ല എസ്റ്റേന്നൊക്കെ മാറ്റിയിട്ട് വരാൻ പറ്റും. അവിടെ നിന്ന് മാറ്റിയിട്ട് വരാനാണ് ലാഭം. ഇവിടെ നിന്ന് മാറ്റാൻ നിൽക്കരുത്. അവിടെ നിന്ന് മാറ്റിയിട്ട് വാ അല്ലേ. ഇവിടെ ബിയറൊക്കെ സിമ്പിളാണ്. ഇവിടെയൊക്കെ ബിയറൊക്കെ വാങ്ങി കുടിച്ച് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വെളിയിൽ നിൽക്കാം. ഉണ്ടോ? നൈസാണ്. ഇപ്പോൾ കുടിക്കുന്ന ഡ്രിങ്കിൻ്റെ പേര് അറിഞ്ഞുകൂടെങ്കിലും സാധനം പൊളിയാണ്. അടിപൊളിയല്ലേ? സൂപ്പർ. ഒന്നും പറയാനില്ല. അതാണ്. സോ ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നവർക്കും ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ. ഇന്ത്യൻ ഫുഡ് ഉണ്ട് ഇവിടെ. എനിക്കൊണ്ട് ഇതൊക്കെ സ്കൂട്ടി റെൻറ്റിന് വെച്ചിരിക്കുന്നതാണ്. നമുക്കിവിടെ സ്കൂട്ടി റെൻറ്റിന് എടുക്കാം. പക്ഷേ ഇവിടുത്തെ ലൈസൻസ് കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടി വരും. വലിയ ഐഡിയ ഇല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പിള്ളേരൊക്കെ കടലിൻ്റെ അവിടെ കുളിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. സോ വെയിലത്ത് നടന്ന് ടയർഡാണെങ്കിൽ ഇതേപോലെ അകത്ത് കയറിയിരിക്കാം. സോ ഇവിടെ ഒരുപാട് ചെറിയ വണ്ടിയുണ്ട്. സ്കൂട്ടി എടുക്കുക, റെൻ്റ് എടുത്താൽ മുകളിൽ പോയാൽ ഒരുപാട് വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങൾ പാരാഗ്ലൈഡിങ് അങ്ങനെ എന്തൊക്കെയുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള സമയമില്ല. കാരണം വെച്ചാൽ നമ്മുടെ ബോട്ടിലൂടെ കുറച്ച് സമയമുള്ളൂ. നമ്മൾ ആ ഒരു പാക്കേജിൽ നമ്മളത് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഗൂഗിൾ നോക്കിയോ മുകളിൽ പോയ നട്ടുച്ച വെയിലത്ത് ഈ കടൽ മുകളിൽ നിന്ന് കാണാം എന്നാണ് കോൺസെപ്റ്റ്. നമുക്ക് നോക്കി ഈ ബീച്ച് തന്നെ എൻജോയ് ചെയ്യാം. ഓക്കെ. അല്ല ഇവിടെ ബീച്ചിലൊക്കെ വന്ന് ആൾക്കാർ കുളിക്കാം. ഭയങ്കരമായിട്ട് എൻജോയ് ആണ്. അടിപൊളിയല്ലേ? ദേ ഒരു പട്ടിക്കുട്ടിയും ആൾക്കാർ ഇടയിൽ കിടന്ന് എൻജോയ് ചെയ്യണണ്ട. ഹേ ബഡി ഡാ. നോക്കിയേ ആൾക്കാരൊക്കെ എൻജോയ് ചെയ്ത് നോക്കിയേ. യാ ഡോഗ്. ആ ചെറുക്ക് എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. നമ്മളെ വീട്ടിൽ കയറി ഇരിക്കല. നമുക്കിപ്പം ഇവിടെ തായ്ലൻഡ് വരാൻ പറ്റില്ലേ, വർക്കലേക്ക് പോകണം. യാത്ര ചെയ്യുക, ആൾക്കാരെ കാണുക. ചത്ത് പണിയെടുത്തിട്ട് ഇവർ ആ പൈസ കൊണ്ട് അതിൻ്റെ കുറച്ചെടുത്ത് സേവിങ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഫോറിനേഴ്സ്. എനിക്കൊണ്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാരും നല്ല യാത്ര ചെയ്യുന്നവരാണ്. കാരണം ഇവിടെയൊക്കെ ഒരുപാട് ഇന്ത്യൻസിനെ നമുക്ക് കാണാൻ പറ്റും. എടാ എവിടെ പോണടാ? ഇവനെ കണ്ടിട്ട് കുറേ പിള്ളേർ അവിടെ പേടിച്ച് ഓടുന്ന.
ഇത് നമുക്ക് ഇവിടെ വന്നപ്പോൾ കുറേ ചേട്ടന്മാർ നമ്മുടെ ഹൈദരാബാദിലെ ടീമുകളാണ് അവരെ നമുക്ക് അവിടെ ഹൈദരാബാദിലെ സ്നാക്സ് ഒക്കെ വന്നിക്കാണ് ഈ മുറുക്കും കാര്യങ്ങളൊക്കെ കുറേ പേരുണ്ട്. താങ്ക് യു ബ്രോ. Thank you. ഹൈദരാബാദ്. How is the taste? Super. Your name? My name Ramkrishna രാമകൃഷ്ണ. from Hyderabad. ഹൈദരാബാദ്. നമ്മൾ ഹൈദരാബാദ് പോയിട്ടുണ്ട് അറിയാലോ. ആ സ്പൈസി ടേസ്റ്റ് ഇവിടെ കിട്ടിയോ സന്തോഷം. You come down to Hyderabad and taste the Hyderabadi flavors. കണ്ടല്ലേ നമുക്ക് എവിടെ പോയാലേ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ബോട്ട് വരാൻ സമയമായി. നമുക്ക് ഇവിടെ നേരെ പട്ടായ സിറ്റിയിലോട്ട് പോവാം. അവിടെ പോയിട്ട് ലഞ്ച് ബാക്കി പരിപാടി പിന്നെ രാത്രി ഒരു കറക്കം എല്ലാം ഉണ്ട്. സോ നമ്മുടെ വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര അത്യാവശ്യമാണ് അല്ലേ? യെസ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെന്റ് ഉണ്ടാവുള്ളൂ. സോ എപ്പോഴും പറയും പോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലൊക്കെ പട്ടായ പോകാൻ പ്ലാൻ ഉണ്ട്, ബാങ്കോക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇൻസ്റ്റയൊക്കെ ഇതിലുണ്ട്, അതിൽ കയറി ചോദിക്കാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ വരാനായിട്ടുള്ള ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ അത് ഞങ്ങൾ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യുക, ലൈക്ക് മെയിൻ ആണ്. ആ ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടിയിട്ട് അങ്ങോട്ട് പോവുക. ഓക്കെ, അപ്പം നമുക്ക് പട്ടായ പോയിട്ട് അവിടുത്തെ ഇപ്പോൾ ബോട്ട് വരും, അവിടെ കയറി ലഞ്ച് കഴിക്കാം. ഓക്കെ, താങ്ക് യു. സോ നമ്മളിപ്പം പട്ടായ സിറ്റിയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ കയറുവാണ്, ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. 2 member. Yes, 2 member. Okay. Which one? This one? ഓക്കെ, നമ്മുടെ വണ്ടി ഇപ്പം ഇതാണ്. ഈ വണ്ടിയിൽ നമ്മൾ പോകാൻ പോണേ. താങ്ക് യു. താങ്ക് യു. ഇവിടുത്തെ വണ്ടി കണ്ടോ, ഒരു MPV മൾട്ടി പർപ്പസ് വെഹിക്കിൾ വരെ മാക്സിമം വണ്ടി നമുക്കിവിടെ കാണാൻ പറ്റണം. അപ്പോൾ ഫോട്ടോ എടുക്കുവേ. അത് നമ്മൾ വിചാരിച്ചില്ല, നമ്മൾ വിചാരിച്ചു നമ്മൾ വരുന്ന വെച്ച് എടുക്കുക, അതെ പോസ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിങ്ങനെ ഈ ഒരു ഡിസൈനിലൊക്കെ ആക്കി വെച്ചിരിക്കും. അടിപൊളിയല്ലേ? പക്ഷേ ഒരു മെമ്മറി ആട്ടോ. നമ്മൾ വിചാരിച്ച പട്ടായ സിറ്റിയുടെ ബാക്കിൽ ഒരു സെൽഫി എടുക്കണം, പക്ഷെ നമ്മൾ മറന്നുപോയി. പക്ഷേ സംഭവം ഇവരെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയേ, നൈസാണ്, കുഴപ്പമില്ല. നമുക്ക് ഫുഡ് അടിക്കാവാ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ വെച്ചിട്ട് ടയർഡാണ്. അപ്പോൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കും. പുതിയൊരു കണ്ടൻറ്റൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഉടൻ വരും. തായ്ലാൻഡ് ഒരു ഫുൾ സീരീസ് തന്നെ നമ്മളെ ഉണ്ട്. അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കില്ല, ആ ലൈക്ക് ബട്ടൺ ഇല്ലേ, അതിനൊന്ന് ലൈക്ക് ചെയ്തിട്ട് വേണേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ബൈ.